السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, അവരെ പ്രതിസന്ധികൾ പറഞ്ഞുകൊണ്ട് ധാരാളം ദുആ വസിയത്തുകൾ, അവരെ ഹലാലായ മുറാദുകൾ പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തുകൾ ചെയ്തവർ, കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചവർ, വാട്സപ്പിലേക്ക് ദുആ വസിയത്തുകൾ അറിയിച്ചവർ, വിളിച്ചു ദുആ വസിയത്തുകൾ അറിയിച്ചവർ, നേരിട്ട് വന്ന് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നേരിട്ട് വന്ന് ദുആ വസിയത്തുകൾ അറിയിച്ചവർ, അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ സകലമായ മുറാദുകളും നീ ഹസിലാക്കണേ അല്ലാഹ്. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹസിലാക്കണേ അല്ലാഹ്. നീ പരിപൂർണ നിലക്ക് നീ ഹാസിലാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഈ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇഷ്ടം വെക്കുന്നവർ, ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാഹ്. ഈ മജ്ലിസിന്റെ ഖാദിമീങ്ങൾ, ഈ മജ്ലിസിന്റെ മുഹിബ്ബീങ്ങൾ, ഈ മജ്ലിസിന്റെ പ്രചാരകർ, ഈ മജ്ലിസിന്റെ വാഹകർ, സേവകരുണ്ട് അല്ലാഹ്. ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് പകർന്ന് എത്തിച്ചു കൊടുക്കുന്നവർ, ഷെയർ ചെയ്യുന്നവർ അല്ലാഹുവേ, അല്ലാഹുവേ അർഹമുർ റഹീമീനായ അല്ലാഹ് അതിൻ്റെ തക്കതായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാഹ്. അവരെത്തിക്കുന്നത് ഇൽമിന്റെ മജ്ലിസാണ്, ഇൽമു പറയുന്ന വേദിയാണ് അല്ലാഹ്. ഇവിടെ പറയുന്ന ഓരോ അമലിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഞങ്ങളെ ഉപ്പാപ്പമാരുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരെ ജീവിതത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. നിഅമത്ത് നീ കൊടുക്കണേ അല്ലാഹ്. അവരെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും നീ ചൊരിയണേ അല്ലാഹ്. അവരെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ ബുദ്ധിമുട്ടുകളെ നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ സയ്യിദിയ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ആയത്തിനെ പറ്റിയാണ്. ഒരു മഹത്താക്കപ്പെട്ട അത്ഭുതകരമായിട്ടുള്ള ഒരു ആയത്തിനെ പറ്റിയാണ്. ഒരു അത്ഭുത സ്വലാത്ത് ഇൻഷാ അല്ലാഹ്. നമ്മളെ ആവശ്യങ്ങൾ നിറവേറാൻ ധാരാളം ആളുകൾ അത്രയും പ്രയാസവുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെടുന്നത്, നമ്മൾ സമീപിക്കുന്നത്. തങ്ങളെ എൻ്റെ ആവശ്യങ്ങൾ നിറവേറണം, ധാരാളം മുറാദുകളുണ്ട്, മുറാദുകളൊന്ന് ഹാസിലായി കാണണം. ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ വേണ്ടി, നമ്മളെ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരു അറുതി ലഭിക്കാൻ, നമ്മളെ പ്രയാസങ്ങൾ മാറാൻ, നമ്മളെ കടങ്ങൾ വീടാൻ, വീട്ടിലും കുടുംബത്തിലും ഐശ്വര്യമുണ്ടാവാൻ, കച്ചവടത്തിൽ, ബിസിനസ്സിൽ, ജോലിയിൽ, എല്ലാത്തിലും ഒരു ബർക്കത്ത് നേടിയെടുക്കാൻ, നമ്മളെ ആവശ്യങ്ങൾ പൂവണിയാൻ, വീടില്ലാത്തവര്, ഭൂമിയില്ലാത്തവര്, ജോലിയില്ലാത്തവര്, അങ്ങനെ പറയുന്ന ധാരാളം മുറാദുകളും മനസ്സിൽ വെച്ച് നടക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ സയ്യിദിയ മജ്ലിസ് കാണുന്നവരിലുണ്ട്. അവർക്കൊക്കെ ഉപകരിക്കുന്ന, എല്ലാവർക്കും ചെല്ലാൻ പറ്റിയ ചെറിയ ആയത്തും ചെറിയൊരു സ്വലാത്തും എല്ലാവർക്കും നമുക്ക് ചൊല്ലാൻ പറ്റണമല്ലോ. വലിയതായ സ്വലാത്തും വലിയ ആയത്തും വലിയ ദിക്റുകളും പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ചൊല്ലാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ചോദിക്കുന്നതാണ്, തങ്ങളെ ചെറിയ ഏതെങ്കിലും ദിക്റുണ്ടോ, ചെറിയ ഏതെങ്കിലും ആയത്തുണ്ടോ ഞങ്ങൾക്ക് ചൊല്ലാൻ പറ്റിയ, എന്നാലോ ആണെങ്കിലോ അതിന് വലിയ മഹത്വങ്ങളുമുള്ള
വലിയ പ്രതിഫലവുമുള്ള വലിയ അത്ഭുതകരമായിട്ടുള്ള ചെറിയ ഏതെങ്കിലും ആയത്ത്, ചെറിയ ഏതെങ്കിലും ദിക്ർ, ഇൻഷാ അല്ലാഹ് അതാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചെറിയൊരായത്തും ചെറിയ സ്വലാത്തും വലിയ മഹത്വങ്ങളുള്ള വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞ ചെറിയ സ്വലാത്തും ചെറിയ ദിക്റും ഇൻഷാ അല്ലാഹ് എൻ്റെ മുഅ്മിനീങ്ങളെ നമുക്ക് ചൊല്ലിക്കൂടെ? ഈ സയ്യിദിയ മജ്ലിസിൽ ഇരുന്ന് ഇൻഷാ അല്ലാഹ് പഠിക്കുകയും ചെയ്യാം, നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. എന്നിട്ട് നമ്മളെ കടങ്ങൾക്കൊരു അറുതി ലഭിക്കാൻ, പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും വല്ലായ്മകൾക്കും പോരായ്മകൾക്കും ഒരു പരിഹാരമുണ്ടാവാൻ, വീടില്ലാത്തവര്, ഭൂമിയില്ലാത്തവര്, അതിലൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവര്, ഭൂമിയും വീടുമില്ലാത്തവര്, കോട്ടേഴ്സിലുള്ളവര്, വാടക വീട്ടിൽ താമസിക്കുന്നവര്, ജോലിയില്ലാത്തവര്, ജോലി റെഡിയാവാത്തവര്, ധാരാളം പ്രതിസന്ധികളും വേവലാതികളും ഇടങ്ങേറുകളും നിറഞ്ഞവരുണ്ട്. മനസ്സിൽ അത് പേറി നടക്കുന്നവർ, ഇത്തരം ദുഃഖങ്ങൾ പേറി നടക്കുന്നവർ, അവർക്കൊരു സമാധാനമാവാൻ, അവർക്ക് വലിയ റാഹത്തുണ്ടാവാൻ ഇൻഷാ അല്ലാഹ് ഈ ഒരു ആയത്തിനെ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഒരു പ്രയാസം ഉണ്ടാവില്ല, ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല. ശത്രുവിൽ നിന്ന് രക്ഷ നേടാൻ പറ്റിയ, എല്ലാത്തിനും പറ്റിയ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ആയത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലുന്ന ഒരു സ്വലാത്ത്, നമ്മൾ ജീവിതത്തിൽ പതിവാക്കുന്ന സ്വലാത്ത്. ചെറിയ സ്വലാത്താണെങ്കിലും വലിയ മഹത്വങ്ങളുള്ള സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് സയ്യിദിയ മജ്ലിസിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് എന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ പറയുന്ന പ്രയാസമാണ് തങ്ങളെ, ജോലിയില്ല, വീടില്ല, അങ്ങനെ പറയുന്ന ധാരാളം ആളുകൾക്ക് ഇതൊരു വലിയ പരിഹാരമാകണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് എന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ചൊല്ലാനും ജീവിതത്തിൽ ദായിമാക്കാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കണേ. അല്ലാഹ് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് അമലുകൾ പറയുന്നതിന് മുമ്പ്, ആയത്തുകൾ പറയുന്നതിനും സ്വലാത്തുകൾ പറയുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകളാണ് നിരന്തരമായിട്ട് നമ്മളെ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ബന്ധപ്പെടുന്നത് പല ജാതി പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, ദുഃഖങ്ങളിൽ അനുഭവിക്കുന്ന ആളുകൾ, പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും വല്ലായ്മകളും പോരായ്മകളും അനുഭവിക്കുന്ന ആളുകൾ, അല്ലാഹുവേ അവരുടെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. നിരന്തരമായിട്ട് നമ്മളെ മജ്ലിസിലേക്ക് ബന്ധപ്പെടുന്നവർ, വിളിക്കുന്നവര്, വിളിച്ച് പരിഹാരങ്ങൾ തേടുന്നവര്, അവരൊക്കെ ചോദിക്കുന്നത് ഇനി എന്നാണ് തങ്ങളെ കൺസൾട്ടിംഗ് ഉള്ളത്, വീട്ടിൽ നോട്ടമുള്ളത്, ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നവർ, അവർ ചോദിക്കുന്നത് ഇനി എന്നാണ് തങ്ങളെ കൺസൾട്ടിംഗ് ഉള്ളത്. ഇനി വരുന്ന ശനിയാഴ്ചയാണ് വീട്ടിൽ നോട്ടമുള്ളത്. ഈ നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരാൻ ശ്രമിക്കുക. ബുക്ക് ചെയ്യാതെ ആരും വരാൻ ശ്രമിക്കരുത്. കാരണം നിങ്ങൾ വരുന്ന സമയത്ത് നമ്പർ വലിയ ദൂരത്തായിരിക്കും, ദൂരഭാഗങ്ങളിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെയാവുമ്പോൾ ധാരാളം ബുക്കിംഗ് കൂടിയിട്ടുണ്ടാകും, പിന്നെ ലേറ്റ് ആവും. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ ഞങ്ങളെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നീ മാറ്റി നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഖൈറും ബറക്കത്തും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. ധാരാളം ആളുകൾ കടങ്ങളിൽ മുങ്ങി നിൽക്കുന്ന ആളുകൾ, അല്ലാഹുവേ വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കണേ അല്ലാഹ്. ഈ സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് എത്ര വലിയ കടമുണ്ടെങ്കിലും അത് വീടുമെന്നാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ സയ്യിദിയ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു ചൊല്ലാനും ജീവിതത്തിൽ ദായിമാക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ചെറിയൊരായത്താണ്, എല്ലാവർക്കും ജീവിതത്തിൽ ദായിമാക്കാൻ പറ്റിയ ആയത്താണ്. ഏതാണ് ആയത്ത്? ആലിംറാൻ സൂറത്തിലെ 126-ാമത്തെ ആയത്ത്. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ സൂറത്തുൽ ആലിംറാനിലെ 126-ാമത്തെ ആയത്ത്. ഏതാണ് ആയത്ത്? ഇൻഷാ അല്ലാഹ് നമുക്ക് ഓതാം. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം എന്ന ഈ ആയത്ത്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം എന്ന ഈ ആയത്ത്
ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? ഹക്കീമായ അസീസായ അല്ലാഹുവിൽ നിന്നല്ലാതെ ഒരു സഹായവുമില്ല. ഈ ആയത്തിന്റെ അർത്ഥത്തിന്റെ ഒരു മഹത്വങ്ങൾ മനസ്സിലാക്കി നോക്കി, അതിൻ്റെ ഒരു ഗാംഭീര്യം നിങ്ങൾ മനസ്സിലാക്കി നോക്കി, അതിൻ്റെ ഒരു ഒഴുക്ക് നിങ്ങൾ മനസ്സിലാക്കി നോക്കി. ഹക്കീമായ അസീസായ അല്ലാഹുവിൽ നിന്നല്ലാതെ എനിക്കൊരു സംരക്ഷണവും ഇല്ല, എനിക്കൊരു സഹായവുമില്ല ഇൻഷാ അല്ലാഹ്. അതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഈ ആയത്ത് ആഗ്രഹങ്ങൾ പൂവണിയാൻ, ആവശ്യങ്ങൾ നിറവേറാൻ, ശത്രുവിൽ നിന്ന് രക്ഷ നേടാൻ എല്ലാത്തിനും ഉപകരിക്കുന്ന ഒരു ആയത്താണ്. ആൽ ഇംറാൻ സൂറത്തിലെ 126-ാമത്തെ ആയത്ത്. ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾക്ക് ഇത് അറിയാത്തവരുണ്ടാകും. ഈ ആയത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ കണ്ടെത്തി ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ എഴുതി വെച്ച് അത് ചൊല്ലുക. എന്ത് ആവശ്യമാണോ പടച്ച റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടത്, ഒരു സഹായവും നീയല്ലാതെ ഇല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഹക്കീമായ അസീസായ അല്ലാഹ് നിന്നിൽ നിന്നല്ലാതെ ഒരു സഹായവും ഇല്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ ആയത്തിനെ പതിവാക്കി കഴിഞ്ഞാൽ വീടില്ലാത്തവർക്ക് അല്ലാഹു അതിനുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കും. ഭൂമിയില്ലാത്തവർക്ക് അത് വാങ്ങാനുള്ള, അത് സ്വന്തമാക്കാനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അതിനുള്ള സമ്പത്ത് അല്ലാഹു നൽകും. കടമുള്ളവർക്ക് വീടാനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. എന്ത് പ്രയാസമാണെങ്കിലും, മകൻക്ക് ജോലിയില്ലേ, ഭർത്താവിന് ജോലിയില്ലേ, ഇൻഷാ അല്ലാഹ് ഈ ആയത്തിന് ഇന്നു മുതൽ തങ്ങളെ ഞാനിത് പ്രാവർത്തികമാക്കും, ജീവിതത്തിൽ ദായിമാക്കും, എന്നിട്ട് എൻ്റെ മുറാദുകൾ ഞാൻ ഹാസിലാക്കും. ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നീ ചൊല്ലാൻ തുടങ്ങ്. അല്ലാഹു നിനക്ക് ഉത്തരം നൽകും. ഒരിക്കലും നിന്റെ കൈകൾ അല്ലാഹു അത് വെറുതെയാക്കൂല. ഇൻഷാ അല്ലാഹ് നിന്റെ തേട്ടത്തെ അല്ലാഹു സ്വീകരിക്കും. ആൽ ഇംറാൻ സൂറത്തിലെ 126-ാമത്തെ ആയത്ത്. അമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. ഹകീമായ അസീസായ അല്ലാഹുവിൽ നിന്നല്ലാതെ ഒരു സഹായവുമില്ല ഇൻഷാ അല്ലാഹ്. ഈ അർത്ഥം വരുന്ന ഈ ആയത്തിന് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ജീവിതത്തിൽ ദായിമാക്കുക. അല്ലാഹുവേ ഞങ്ങളെ പ്രയാസങ്ങളെ നീ മാറ്റി നൽകണേ അല്ലാഹുവേ ഞങ്ങളെ ഉദ്ദേശങ്ങളെ, ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിൽ ധാരാളം ആളുകൾ, ധാരാളം മുറാദുകൾ മനസ്സിൽ പേറി നടക്കുന്നവരുണ്ട്. അല്ലാഹ് നീ ഹാസിലാക്കണേ അല്ലാഹ്. നീ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. നീ പരിപൂർണ്ണ നിലക്ക് നീ ഹാസിലാക്കണേ അല്ലാഹുവേ ഞങ്ങളെ കൈകളെ നീ കൈവടിയല്ലേ അല്ലാഹ്. നിന്നോടല്ലാതെ മറ്റൊരാളോട് ഞങ്ങൾക്ക് ചോദിക്കാനില്ല അല്ലാഹ്. ഈ ആയത്തിനെ ഇതാ ഞങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ന് മുതൽ ഇതാ സയ്യിദിയ മജ്ലിസിൽ വെച്ച് മഹാന്മാരുടെ മഹത്തുക്കളുടെ നോട്ടമുള്ള കാവലുള്ള ഈ മജ്ലിസിൽ വെച്ച് ഇതാ ഞങ്ങളിതാ ചൊല്ലുന്നു അല്ലാഹ് ചൊല്ലാൻ നിയ്യത്ത് വെക്കുന്നു അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട് അല്ലാഹുവേ, ഒരു ഭവനം, ഒരു മസ്കൻ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. വീടിനൊരു ഭൂമി പോലും ഇല്ലാത്തവരുണ്ട് അല്ലാഹ്. സങ്കടം പറയുന്നവരുണ്ട് അല്ലാഹ്. വേവലാദികൾ പറയുന്നവരുണ്ട് അല്ലാഹ്. മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്. ലക്ഷക്കണക്കിന് കടങ്ങൾ, കോടിക്കണക്കിന് കടങ്ങളുള്ളവരുണ്ട് അല്ലാഹ്. മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ജോലി ഇല്ലാത്തവരുണ്ട് അല്ലാഹ്. ഹൈറായ ഒരു ജോലി അവർക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹ്. മകന്റെ കാര്യം പറഞ്ഞുകൊണ്ട്, ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ സ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്. ധാരാളം മുറാദുകൾ, രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. രോഗികളുടെ രോഗങ്ങളെ നീ പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാഹ്. ഇന്ന് ഇതാ ഞങ്ങൾ നിയ്യത്ത് വെച്ചോ,
നിയ്യത്ത് വെച്ചോ, ഇന്ന് ഇതാ ഞങ്ങൾ ചൊല്ലും തങ്ങളെ, ഇൻഷാ അല്ലാഹ് എഴുതി അറിയിക്ക് അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഈ ആയത്തിനെ മുറുകെ പിടിച്ചോ. അള്ളയാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഹക്കീമായ അസീസായ അല്ലാഹുവിൽ നിന്നല്ലാതെ ഒരു സഹായം നിനക്കില്ല. അള്ളാഹുവിൻ്റെ സംരക്ഷണം നിനക്ക് വേണം. അവിടത്തേക്ക് അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്താൽ, ആത്മാർത്ഥമായി ചെയ്താൽ, എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങളെ, എൻ്റെ സഹോദര, എൻ്റെ സഹോദരി നടന്നിരിക്കും. നിന്റെ മുറാദ് ഹാസിലാകും. ധാരാളം ആളുകൾക്ക് വലിയ റിസൾട്ട് ലഭിച്ച അമലാണ്. അതാണ് പറയുന്നത്, വലിയ റിസൾട്ട് ലഭിച്ച അമലാണ്. ഇൻഷാ അല്ലാഹ് ഇത് ഒഴിവാക്കി കളയല്ലേ. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്താണ് അത്ഭുതകരമായിട്ടുള്ള ആ കുഞ്ഞൻ സ്വലാത്ത് ഏതാണ്? ചെറിയ സ്വലാത്ത് ഏതാണ്? ഈ സ്വലാത്തെങ്ങാനും ചൊല്ലിക്കഴിഞ്ഞാൽ മല പോലെയുള്ള കടങ്ങളാണെങ്കിലും, പർവ്വത സമാനമായ കടങ്ങളാണെങ്കിലും അത് വീടും എന്ന് മഹത്തുക്കൾ പറഞ്ഞ സ്വലാത്ത്. മലീനവസമായ നിന്റെ ശരീരം, നിന്റെ മനസ്സുണ്ടല്ലോ. കുറേ ആളുകൾ പറയാറുണ്ട്, പല ആളുകളും പറയാറുണ്ട്, തങ്ങളെ വേണ്ടാത്ത ചിന്തകളാണ് നിസ്കാരങ്ങളിൽ. മറ്റുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ വേണ്ടാത്ത മലീനസമായ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു ചേരുകയാണ്. എപ്പോഴും വേണ്ടാത്ത ചിന്തകൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ വേണ്ടാത്ത ചിന്തകൾ, ഇബ്ലീസിന്റെ ഷെറുകൾ, ശൈത്താനിയത്തിന്റെ ഷെറുകൾ മനസ്സിലേക്ക് വരികയാണ്. അതിനൊരു പരിഹാരം ഈ സ്വലാത്തല്ലാതെ വേറൊരു പരിഹാരമില്ല. ഈ സ്വലാത്തല്ലാതെ വേറെ ഈ കാര്യത്തിന് ആത്മീയമായിട്ടുള്ള ചികിത്സയില്ല എൻ്റെ മുഅ്മിനീങ്ങളെ. അത്രയും പവർഫുൾ ആയിട്ടുള്ള സ്വലാത്താണ്. ഏതാണ് ആ സ്വലാത്ത്? സ്വലാത്ത് നൂർ. എല്ലാവർക്കും അറിയാം അല്ലേ? എൻ്റെ സഹോദരിമാർക്ക്, എൻ്റെ സഹോദരന്മാർക്ക് അറിയില്ലേ സ്വലാത്ത് നൂർ? ആ സ്വലാത്തിനെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ല്. പിന്നെയോ ഈ സ്വലാത്തിന്റെ മഹത്വം 360 പ്രാവശ്യം തവണ നീ ചൊല്ലിക്കഴിഞ്ഞാൽ, ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഹബീബായ തങ്ങളെ നിനക്ക് മനാമിൽ കാണാം, സ്വപ്നത്തിൽ നിനക്ക് കാണാം. എൻ്റെ മുഅ്മിനീങ്ങളെ, എൻ്റെ ഉമ്മ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ആ പൂമേനിയൊന്ന് സ്വപ്നത്തിൽ ദർശിക്കാൻ, നമ്മുടെ നേതാവിൻ്റെ അടുത്തേക്കൊന്ന് ചെന്നെത്താൻ ആഗ്രഹിക്കാത്തവരാരും തന്നെ ഉണ്ടാവില്ല. ആഗ്രഹിക്കാത്തവർ നമ്മുടെ നേതാവിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം ചൊല്ലാൻ ആഗ്രഹിക്കാത്തവർ, ആ ആഗ്രഹമില്ലാത്തവർ ആരും ഉണ്ടാവില്ല. ചൊല്ലിക്കോ, നിനക്ക് ആഗ്രഹമാണോ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ അടുത്തേക്ക് വന്ന ഒരു സഹോദരി, ആ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേയുള്ള മജ്‌ലിസിൽ. കേൾക്കാത്തവർക്ക് അവർ വന്നിട്ട് പറഞ്ഞതായിരുന്നു, തങ്ങളെ ഇപ്പോൾ എന്നെ കണ്ടാലുള്ള ദുആ വസിയത്ത്, തങ്ങളെ റൗളാ ഷരീഫിലേക്കൊന്ന് എത്തണം, ആ പുണ്യഭൂമിയിലേക്കൊന്ന് എത്തണം. എൻ്റെ അടുത്ത് സമ്പത്തില്ല, സമ്പാദ്യമില്ല, സ്വലാത്ത് മാത്രമാണുള്ളത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചൊല്ലിക്കോളി, അവിടെ നിങ്ങളെത്തും. ഞാൻ പറഞ്ഞതിൻ്റെ മഹത്തല്ല പറയുന്നത്, സ്വലാത്തിൻ്റെ മഹത്വമാണ് ഞാൻ പറയുന്നത്. ആ സ്ത്രീ, ആ സഹോദരി ചൊല്ലാൻ തുടങ്ങി. പിന്നീട് എനിക്ക് വിളിച്ചിട്ട് പറയാണ്, തങ്ങളെ ഞാൻ പോകുകയാണ്, ആ മാസം ഞാൻ പോവുകയാണ്. പാവങ്ങളെ കൊണ്ടുപോകുന്ന ഒരു സഹോദരൻ, ഹാജിയായ ഒരു സഹോദരൻ ഞങ്ങളെ കുറച്ച് ആളുകളെ ഏറ്റെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. അതൊക്കെ നോക്കി അള്ളാഹു ഒരു ത്വരീക്കൊരു വഴി അവർക്ക് തുറന്നിട്ട് കൊടുക്കല്ലേ. അത്ഭുതങ്ങൾ നോക്കി. സമ്പത്തുണ്ടായിട്ടാണോ ആ സഹോദരി പോകാൻ നിൽക്കുന്നത്? അല്ല, സമ്പത്തുണ്ടായിട്ടില്ല എൻ്റെ മുഅ്മിനീങ്ങളെ. സ്വലാത്ത് ചൊല്ലിയതുകൊണ്ട്, സ്വലാത്ത് അധികരിപ്പിച്ചതുകൊണ്ട്, എല്ലാ സ്വലാത്തും ആ സഹോദരിക്ക് മനഃപ്പാഠമാണ്. എവിടെ പോയാലും ഒരു ദിക്ർ ചെല്ലുന്നൊരു കൗണ്ടർ എപ്പോഴും ആ സഹോദരിയുടെ കയ്യിലുണ്ട്, എപ്പോഴും ഉണ്ട്. അതിങ്ങനെ ചൊല്ലും.
അങ്ങനെ 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 അവിടെ എത്തി. അങ്ങനെ അവിടെ എത്തി. നിങ്ങൾ നോക്കി ആ മനസ്സ് നമുക്കുണ്ടെങ്കിൽ, സ്വലാത്ത് ചൊല്ലാനുള്ള മനസ്സുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിനെ ആ ഭൂമിയെ ദർശിക്കാൻ, മനാമിലൊന്ന് ദർശിക്കാൻ ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അതിനും വലിയൊരു ഭാഗ്യം, അതിനും വലിയൊരു ഭാഗ്യം, അതിനും വലിയൊരു ഭാഗ്യം എൻ്റെ മുത്തുമ്മിനീങ്ങളെ ഈ ദുനിയാവ് നമുക്ക് കിട്ടാനില്ല. അതുകൊണ്ട് സ്വലാത്തുൻ നൂർ ചൊല്ല്, എൻ്റെ കൂടെ ചൊല്ല്, എൻ്റെ കൂടെ ചൊല്ല്. ഒരു 11 പ്രാവശ്യം നമുക്ക് ചൊല്ലിക്കൂടെ? ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ഈ ഹബീബായ തങ്ങളെ നോട്ടമുള്ള അവിടുത്തെ പേരക്കിടാങ്ങളുടെ നോട്ടമുള്ള ഈ മജ്ലിസിൽ നമുക്ക് ചൊല്ലിക്കൂടെ? ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റു ചൊല്ലു ഒരു 11 പ്രാവശ്യം. കൂടുതലൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. ഒരു തബറുക്കിന് വേണ്ടി, ബർക്കത്തിന് വേണ്ടി ഒരു 11 പ്രാവശ്യം നമുക്ക് ചൊല്ലാം. اللهم صل على النور واهلي، 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 اللهم صل على النور واهلي. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് ചൊല്ലാൻ പറ്റുന്ന സ്വലാത്താണ് ഇൻഷാ അല്ലാഹ്. ഈ സ്വലാത്തിന്റെ മഹത്വം കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ കടങ്ങളെ, ലക്ഷക്കണക്കിന് കടങ്ങളുള്ളവരുണ്ട് അല്ലാഹ്, നീ വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കണം അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിനെ, ഞങ്ങളെ നേതാവിനെ, ഞങ്ങളെ ആരംഭപ്പൂവിനെ ഒന്ന് മനാമിലൊന്ന് ദർശിക്കാൻ ഈ പാപികൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ സ്വലാത്തിനെ ഞങ്ങളിതാ മുറുകെ പിടിക്കുന്നു അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ പൂമേനി ഒന്ന് ദർശിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. മലീനസമായ ഞങ്ങളെ ഹൃദയങ്ങളെയും ഞങ്ങളെ ശരീരത്തെയും നീ സംശുദ്ധമാക്കണേ അല്ലാഹ്. കിബർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ഹസദ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെയും ഞങ്ങളെ ശരീരത്തെയും നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഈ സ്വലാത്ത് ഞങ്ങൾ ഈ മജ്‌ലിസിൽ നിന്ന് ദായിമാക്കുന്നു അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇത് മറ്റുള്ളവരിലേക്ക് ഇന്ന് മുതൽ ഇപ്പം മുതൽ ഞങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു, ഷെയർ ചെയ്യുന്നു അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തുകൾ ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഈ സയ്യിദിയം മജ്‌ലിസ് സ്ഥിരമായി കാണുന്നവരുണ്ട് അല്ലാഹ്. ഈ സയ്യിദിയം കുടുംബമുണ്ട് അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അവർക്ക് പ്രയാസം കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ജോലി ഇല്ലാത്തവർ ജോലിക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അർഹമുർ റഹീമീനായ അല്ലാഹ്, ഖൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, അവരെ ചെറുതും വലുതുമായ എല്ലാ
മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തുകൾ ചെയ്ത ഭാര്യമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്. അവരെ ജോലിയിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. ജോലി ഇല്ലാത്തവർക്ക് ഹൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്. മക്കളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. വീടിനും നാട്ടിനും നാട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല പൊന്നു മക്കളാക്കണേ അല്ലാഹ്. നല്ല പൊന്നു മക്കളാക്കണേ അല്ലാഹ്. നല്ല പൊന്നു മക്കളാക്കണേ അല്ലാഹ്. ലഹരിക്ക് അടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ്. ഇത് ഇന്ന് നാടുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് വലിയ പ്രയാസകരമായുള്ള വാർത്തകളാണ് അല്ലാഹ്. അത്തരം പ്രയാസങ്ങൾ ഞങ്ങളെ മക്കളെ ചേർക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. വിവാഹ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, ഹൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. ജോലി പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഹൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കൊയക്കല്ലേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് പരാജയം നൽകല്ലേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് പരാജയം നൽകല്ലേ അല്ലാഹ്. നീ വിജയം നീ നൽകണേ അല്ലാഹ്. നീ വിജയം നൽകണേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്നവരുണ്ട് അല്ലാഹ്. ഇതിൻ്റെ ഖാദിമീങ്ങളുണ്ട് അല്ലാഹ്. ഇതിൻ്റെ സേവകരുണ്ട് അല്ലാഹ്. ഇതിൻ്റെ വാഹകരുണ്ട് അല്ലാഹ്. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരുണ്ട് അല്ലാഹ്. നീ ഉയർത്തണേ അല്ലാഹ്. അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. പ്രയാസങ്ങൾ നീ നൽകണേ അല്ലാഹ്. ഖൈറിൻ്റെ കവാടങ്ങൾ അവർക്ക് നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാഹ്. ഷർറിൻ്റെ കവാടങ്ങൾ നീ കൊട്ടിയടക്കണേ അല്ലാഹ്. നീ കൊട്ടിയടക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് പരാജയം കൊടുക്കല്ലേ അല്ലാഹ്. അവരെ സ്നേഹിക്കുന്നത് ഇൽമിൻ്റെ മജ്ലിസാണ് അല്ലാഹ്. ഇൽമു പറയുന്ന വേദിയാണ് അല്ലാഹ്. നീ ഉയർത്തണേ അല്ലാഹ്. നീ ഉയർത്തണേ അല്ലാഹ്. നീ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാഹ്. രോഗശമനം നീ നൽകണേ അല്ലാഹ്. ആജിലായ കാമിലായ ശിഫ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. സ്റ്റോക്കും ബ്ലോക്കും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഷുഗർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഇത്തരം നിത്യാസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ധാരാളം ആളുകൾ, ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ രോഗങ്ങൾ നിനക്കറിയാമല്ല തമ്പുരാനെ. നീ ശിഫാ നൽകണേ അല്ലാഹ്. നീയാണ് ശാഫി തമ്പുരാനെ. നീ ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ശരീരം മൊത്തം നീ കൊയക്കല്ലേ അല്ലാഹ്. ഒരു ഭാഗം കുഴങ്ങി മൂത്രത്തിന് പൈപ്പിട്ട് ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അവസ്ഥ, രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു. ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു. മക്കൾ പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളെ കെടുത്തല്ലേ അല്ലാഹ്. അത്തരം രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. മരണം ഹൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞ് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് പ്രയാസം നൽകല്ലേ അല്ലാഹ്. ബുദ്ധിമുട്ട് നൽകല്ലേ അല്ലാഹ്. ഇടങ്ങേറുകൾ നൽകല്ലേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഒരു മസ്കൻ, ഒരു ഭവനം ഞങ്ങൾക്കില്ല തങ്ങളെ. അതിനുള്ള സമ്പത്തില്ല. ഭൂമിയിൽ കോട്ടേഴ്സിലാണ്, വാടക കൊടുത്ത് കുടുങ്ങി മടുത്ത് തങ്ങളെ എന്ന് സങ്കടം പറയുന്നവരുണ്ട് അല്ലാഹ്. ഹൈറായ ഒരു ഭവനം നീ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. പച്ച മണ്ണിൽ കുറ്റിയടിച്ച് കല്ലിട്ട് കട്ടില വെച്ച് എൻ്റെ കീശയും മേശയും കലിയാണ് തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. അല്ലാഹു, എത്രയും പെട്ടെന്ന് നീ പൂവണീച്ചു കൊടുക്കണേ അല്ലാഹ്. നിന്റെ ഖജനാ വിശാലമാണല്ലോ അല്ലാഹ്. അതിൽ നിന്ന് നീ കൊടുക്കണേ അല്ലാഹ്.
അതിൽ നിന്ന് നീ കൊടുക്കണേ അല്ലാ. സമ്പത്തിന്റെ ഉറവിടത്തിൽ നീ വിശാല നൽകണേ അല്ലാ. സമ്പത്തിന്റെ ഉറവിടത്തിൽ വിശാല നൽകണേ തമ്പുരാനെ. കടമാണ് തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്, ധാരാളം ആളുകൾ പറഞ്ഞവരുണ്ട്. അല്ലാ, കടം വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ അല്ലാ. കടം തന്ന് ഞങ്ങളെ മൗത്താക്കല്ലേ അല്ലാ. കടം തന്ന് ഞങ്ങളെ മൗത്താക്കല്ലേ അല്ലാ. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം അല്ലാ നീ എളുപ്പമാക്കണേ അല്ലാ. നീ എളുപ്പമാക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ വെറുത്താൽ ആ വെറുപ്പ് കൊണ്ട് ഞങ്ങൾക്കൊരു കോട്ടവുമില്ല അല്ലാ. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാ. നീ ഞങ്ങളെ ഒറ്റപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് പ്രയാസം നൽകല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ മാനക്കേടുകൾ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. അഭിമാനം നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ ഇഷ്ടം വെച്ചാൽ ആ ഇഷ്ടം കൊണ്ട് ഞങ്ങൾക്കൊരു നേട്ടവുമില്ല അല്ലാ. നീ ഞങ്ങളെ ഇഷ്ടം വെക്കണേ അല്ലാ. നീ ഞങ്ങളെ സ്നേഹിക്കണേ അല്ലാ. നീ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. ആക്സിഡന്റ്, അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ. കീറി മുറിക്കേണ്ട അവസ്ഥ, വെട്ടിപ്പൊളിക്കേണ്ട അവസ്ഥ അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തിൽ നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെ ശരീരത്തിൽ നൽകല്ലേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ മക്കളുടെ ശരീരത്തിൽ നീ നൽകല്ലേ അല്ലാ. ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ലേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസിനെ സ്നേഹിക്കുന്നവര്, സഹായിക്കുന്നവര്, സഹകരിക്കുന്നവരുണ്ട് അല്ലാ. നീ അവരെ ഉയർത്തണേ അല്ലാ. അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അവരെ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അവരെ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അവരെ ബിസിനസ്സിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അവരെ ബിസിനസ് സ്ഥാപനങ്ങളിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ബർക്കത്ത് ഏറ്റി ഏറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ, പ്രവാസ ജീവിതം പ്രയാസകരമാക്കല്ലോ അല്ലാ. പ്രവാസ ജീവിതം പ്രയാസകരമാക്കല്ലോ അല്ലാ. തനാസുൽ റെഡിയായിട്ടില്ല, ഇഖാമ ശരിയായിട്ടില്ല അല്ലാ. കഫീലിന്റെ പ്രയാസങ്ങൾ പറയുന്നവർ അല്ലാഹുവേ, എല്ലാ പ്രയാസങ്ങളും നീ പരിഹരിക്കണേ അല്ലാ. നീ പരിഹരിക്കണേ അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ എൻ്റെ പ്രവാസികൾക്ക് നീ കൊടുക്കല്ലോ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്ക് മാത്രം അവസ്ഥകൾ നീ കൊടുക്കല്ലോ അല്ലാ. നീ കൊടുക്കല്ലോ അല്ലാ. നീ കൊടുക്കല്ലോ തമ്പുരാനെ. എൻ്റെ ദ്വീപിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാര് ഞങ്ങൾ അതിലൊറ്റ സ്നേഹിക്കുന്നവരാണ് അല്ലാ. നീ അവരെ കാത്തോളണേ അല്ലാ. നീ അവർക്ക് കാവല് കൊടുക്കണേ അല്ലാ. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഈ മരപ്പടിയിൽ വന്ന് സങ്കടങ്ങള്, നീറുന്ന പ്രയാസങ്ങള്, വേവലാതികള്, പൈശാചികമായ ഉപദ്രവങ്ങൾ പറയുന്നവരുണ്ട് അല്ലാ. അവരെ പ്രയാസങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അവർക്ക് റാഹത്തേകണേ അല്ലാ. അവർക്ക് ബർക്കത്തേകണേ അല്ലാ. അവരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ മാറ്റി അവർക്ക് റാഹത്തിലാക്കണേ അല്ലാ. അവരെ മനസ്സമാധാനം അവർക്ക് കൊടുക്കണേ അല്ലാ. സമാധാനം കൊടുക്കണേ അല്ലാ. നീ ഞങ്ങളെ കാത്തോളണേ അല്ലാ. നീ ഞങ്ങൾക്ക് കാവല് നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാ. ഈ സയ്യിദിയ മജ്‌ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവര് ഇന്ന് 6 അടി മണ്ണിലാണ് അല്ലാ. അവർക്ക് പുറത്തു കൊടുക്കണം അല്ലാ. അവരെ കബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ. അവരെല്ലാം ആഗ്രഹിക്കുന്നത് അല്ലാ, ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ മജ്‌ലിസ് കാണുന്നവർ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ മജ്‌ലിസിലിരുന്ന് കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കൈ ഉയർത്തുമെന്നാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദീർഘായുസ്സ്
ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആഫിയത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ആരോഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. അർഹമർ റഹീമീനായ അല്ലാഹ് 10 മാസം നൊന്തു പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി തീർന്നതുപോലെ ഒരുകി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഉപ്പാക്കും ഉമ്മാക്കും നീ പൊറുക്കണം അല്ലാഹ്. അവർ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാഹ്. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം അവർ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേ അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മൗത്താകുമല്ലോ. മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്. ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. ഈമാൻ പരിപൂർണമാക്കണേ തമ്പുരാനെ. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാഹ്. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാഹ് ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാഹ്. നീ ഹറാമാക്കണേ അല്ലാഹ്. ബിസ്മില്ലാഹിൽ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സലാം. നമ്മളെ പോയും പറയുന്നത് പോലെ നമ്മളെ മജ്ലിസ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസ്റ്റർ കാണാം. ഇവിടെ സയ്യിദിയ മജ്ലിസിൻ്റെ കീഴിൽ എൻ്റെ നേതൃത്വത്തിൽ 2 ഹറമകളിലേക്ക് ഉംറ സർവീസ് ഇൻഷാ നടത്തുന്നുണ്ട്. ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാവരും ആഗ്രഹിച്ച് മനസ്സിലതിരച്ചു പുതിയായി നടക്കുന്നവരാണ്. നമ്മളെ കമൻറ്റ് ബോക്സിൽ തന്നെ ധാരാളം ആളുകൾ അറിയിക്കുന്നുണ്ട്, വിളിച്ചറിയിക്കുന്നവർ, മെസ്സേജുകൾ അയച്ചറിയിക്കുന്നവർ. ആഗ്രഹിക്കുന്ന ആളുകൾ ആ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി സീറ്റുകൾ ബുക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിലൊന്ന് ചെല്ലാനും മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ തൗഫീഖ് അനുഗ്രഹിക്കണേ തമ്പുരാൻ.